സീക്രട്ട് ലെവൽ ആമസോൺ പ്രൈമിൻ്റെ ഏറ്റവും പുതിയ അനിമേറ്റഡ് സീരീസാണ്. നെറ്റ്ഫ്ലിക്സിൻ്റെ ലവ് ഡെത്ത് പ്ലസ് റോബോട്ട്സ് എന്ന് പറയുന്ന സീരീസിലെ അതിൻ്റെ ക്രിയേറ്ററായിട്ടുള്ള ടിം മില്ലർ തന്നെയാണ് ഈ ഒരു സീരീസും ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആമസോൺ പ്രൈം എന്നിട്ട് ടിം മില്ലറോട് പറഞ്ഞാണ്, അണ്ണാ നിങ്ങൾ നെറ്റ്ഫ്ലിക്സിന് വേണ്ടിയിട്ടൊരു മാസ്റ്റർ പീസ് സാധനം ചെയ്തു കൊടുത്തിട്ടുണ്ടല്ലോ, അതുപോലെ നമുക്ക് ഒരെണ്ണം വേണമെന്ന് പറഞ്ഞപ്പം പുള്ളിക്കാരൻ ഓക്കെ ചെയ്തു തരാം എന്ന് പറഞ്ഞ് വന്ന് ചെയ്തു കൊടുത്ത ഒരു സീരീസാണ്. 8 എപ്പിസോഡാണുള്ളത്. ആവറേജ് റൺ ടൈം ഒരു 15 മിനിറ്റൊക്കെയാണ് ഈ ഒരു സീരീസിനുള്ളത്. അപ്പോൾ എന്നോട് ചോദിക്കുകയാണ് ഈ ഒരു സീരീസും ലവ് ഡെത്ത് പ്ലസ് റോബോട്ടും കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ് ബെസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റിൽ ലവ് ഡെത്ത് പ്ലസ് റോബോട്ട്സ് ആണ് ദ മാസ്റ്റർ പീസ് ഐറ്റം. ഇതിൻ്റെ പല സ്റ്റോറികളും ഇൻകംപ്ലീറ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഡ്യൂറേഷൻ ഒരു ഫാക്ടറാണ്. കാരണം 10 മിനിറ്റുള്ള എപ്പിസോഡുണ്ട്. 10 മിനിറ്റിനകത്ത് കഥ പറഞ്ഞ് തീർക്കാൻ പറ്റില്ല. ഈവൻ ഇതൊരു വീഡിയോ ഗെയിമിൻ്റെ ആ ഒരു സ്റ്റോറികളുടെ ഒരു സീരീസ് അഡാപ്റ്റേഷനാണ്. പക്ഷേ പല സാധനങ്ങളിലും സ്റ്റോറി നമുക്ക് ഇൻകംപ്ലീറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നു. ഇവൻ ആദ്യത്തെ ആ ഒരു ഡഞ്ചൻസ് ആൻഡ് ഡ്രാഗൺസ് എന്ന് പറയുന്നൊരു എപ്പിസോഡ്, അതാണ് ഫസ്റ്റ് എപ്പിസോഡ്. അത് കണ്ടപ്പോൾ തന്നെ ഇതിന് ബാക്കി കുറച്ചും കൂടെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ നല്ലതായിരുന്നു എന്നൊരു ഫീല്. രണ്ടാമത്തെ എപ്പിസോഡ് തന്നെയാണ്. രണ്ടാമത്തെ എപ്പിസോഡ് എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് നമുക്ക് തോന്നിപ്പോകും. സീരീസിൻ്റെ ആ ഒരു എപ്പിസോഡ് തീർന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചത്, ഇപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചതെന്നൊരു ഫീല് ആ ഒരു എപ്പിസോഡ് കണ്ടു കഴിഞ്ഞപ്പോൾ ഫീൽ ചെയ്യും. അപ്പം എനിക്ക് നന്നായിട്ടുണ്ട് എന്ന് തോന്നിയത് 4 എപ്പിസോഡുകളാണത്. 4ാമത്തെ എപ്പിസോഡ്, 5ാമത്തെ എപ്പിസോഡ്, പിന്നെ 7ാമത്തെയും 8ാമത്തെ എപ്പിസോഡ്. 8ാമത്തെ എപ്പിസോഡ് കിടിലാണ്. കിയാനു റീവ്സ് ആണ് സൗണ്ട് കൊടുത്തിരിക്കുന്നത്. നൈസ് എപ്പിസോഡാണ്. അതിനകത്ത് ആക്ഷൻസും അതൊരു ഒരു എബോ ആവറേജ് എപ്പിസോഡാണ്. 5ഉം നല്ല എപ്പിസോഡാണ്. അപ്പം ബാക്കിയുള്ള എപ്പിസോഡുകൾ എനിക്ക് ഭയങ്കര ഇൻകംപ്ലീറ്റ്നെസ് ഫീൽ ചെയ്യുന്നു. പിന്നെ ലവ് ഡെത്ത് പ്ലസ് റോബോട്ട് എന്താണോ അത് തന്നെ അതേപോലെ തന്നെ ഒരെണ്ണം ചെയ്യുക എന്നുള്ള രീതിയിൽ, അപ്പോൾ എന്തിനാ അത് തന്നെ എടുത്ത് തരും എന്നുള്ള രീതിയിൽ ചെയ്ത പോലെയാണ് എനിക്ക് തോന്നിയത്. അങ്ങനെയാണ് ഈ 4 എപ്പിസോഡ്. ഓക്കെ, കുഴപ്പമില്ല, നിങ്ങൾ കണ്ടാലും നിങ്ങൾക്ക് ബോറടിക്കില്ല. ആ ഒരു റിപ്പീറ്റേഷൻ ഒന്നും നിങ്ങൾക്ക് തോന്നില്ല. ഒരു ഫ്രഷ്നെസ് ഒക്കെ ഫീൽ ചെയ്യും. തോന്നിയ 4 എപ്പിസോഡുകളാണ് ഞാൻ പറഞ്ഞത്. ബാക്കി 4 എപ്പിസോഡ് വേസ്റ്റ് ഓഫ് ടൈമാണ്. അത് വേസ്റ്റ് ഓഫ് ടൈം എന്ന് പറയാനായിട്ട് എനിക്ക് തോന്നുന്നു ആ ഒരു 4 എപ്പിസോഡും ഒരു 3/4 മണിക്കൂറിനകത്തൊക്കെ കാണുള്ളൂ. കാരണം ഡ്യൂറേഷൻ ഭയങ്കര കുറവായതുകൊണ്ട് തന്നെ. പിന്നെ ഇവർ ഈ വീഡിയോ ഗെയിമുകളുണ്ടല്ലോ, ആ ഒരു വീഡിയോ ഗെയിമുകളെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരു ഫീലാണ്. ഓക്കെ, VFXും ആ ഒരു ഗ്രാഫിക്സും എല്ലാം പക്ക വീഡിയോ ഗെയിം എങ്ങനെയാണോ, വീഡിയോ ഗെയിമിന് നമ്മൾ ചില ഗെയിം പ്ലേകൾ കാണില്ല, അല്ലെങ്കിൽ സ്റ്റോറി മോഡിൽ പോകുന്ന വീഡിയോ ഗെയിമുകളുണ്ടല്ലോ, അപ്പോൾ അതിനകത്ത് സ്റ്റോറി വരുന്ന സമയത്ത് അനിമേഷൻ കാണിക്കില്ലേ, സെയിം മോഡലിൽ തന്നെ നല്ല ഹൈ റെസൊല്യൂഷൻ VFX ഒക്കെ ഇട്ട് തന്നെയാണ് സാധനം ചെയ്തിട്ടുള്ളത്. സ്റ്റോറി ഇല്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം. ലവ് ഡെത്ത് റോബോട്ട് എന്ന് പറയുന്നത് അതൊരു സംഭവമാണ്. ആ ഒരു സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ലവ് കാണിക്കുന്നുണ്ട്, ഡെത്ത്, റോബോട്ട്സിനെ പറ്റിയിട്ട് എല്ലാം കാണിച്ചു പോകുന്നുണ്ട്. ഈവൻ എല്ലാ എപ്പിസോഡുകളും ദ ബെസ്റ്റ് എന്ന് പറയാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാം ഒരു ആവറേജ്, ബിലോ ആവറേജിലൊക്കെ നിൽക്കുന്ന എപ്പിസോഡുകൾ. പിന്നെ ഈ 4 എപ്പിസോഡുകളൊക്കെ കുഴപ്പമില്ല, ഒരു സീരീസ് എന്നുള്ള നിലയിൽ കാണാൻ പറ്റും എന്നുള്ള രീതിയിൽ പറഞ്ഞതാണ് ഈ 4 എപ്പിസോഡുകൾ. ആ 4 എപ്പിസോഡ് നിങ്ങൾ കണ്ടു നോക്കുക. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന 4 എപ്പിസോഡുകൾ അതൊക്കെയാണ്. എൻ്റെ ഫേവറേറ്റ് എപ്പിസോഡ് 8ാമത്തെ എപ്പിസോഡാണ്. അതൊരു രക്ഷയുമില്ല. അതിൻ്റെ ക്ലൈമാക്സ് വളരെ നൈസാണ്. ക്ലൈമാക്സ് നമ്മൾ വിചാരിക്കും ഓക്കെ, ഞാൻ പ്രതീക്ഷിച്ചൊരു ക്ലൈമാക്സും അതിനകത്ത് സംഭവിച്ചൊരു ക്ലൈമാക്സും ഭയങ്കര ഡിഫറൻ്റ് ആയിരുന്നു. അതെന്തോ 19 മിനിറ്റ് എന്തോ ആണ് ആ ഒരു എപ്പിസോഡിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ഈ 9 മിനിറ്റിലൊക്കെ എങ്ങനെ ഒരു സ്റ്റോറി പറഞ്ഞു തീർക്കാനാണ്? ഓക്കെ, പറഞ്ഞു തീർക്കാം അങ്ങനെയുള്ള സ്റ്റോറി ആണെന്നുണ്ടെങ്കിൽ. ഇത് കൂടുതലും ഗെയിമിൻ്റെ അഡാപ്റ്റേഷൻ ആണ്. ഒന്നും പറഞ്ഞു തീർക്കാം. 2nd എപ്പിസോഡ് സത്യം പറഞ്ഞാൽ ഭയങ്കര ഇൻകംപ്ലീറ്റ് ആണ് ആ ഒരു സ്റ്റോറി. എല്ലാം കാണിക്കുന്നതൊക്കെ ഉണ്ട്, പക്ഷേ എന്തൊക്കെയോ എവിടൊക്കെയോ മിസ്സിങ് ഫീലുകൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതിനകത്ത് ആകെ കൊള്ളാവുന്നത് ഈ ഒരു ചെയ്ത് വെച്ചിരിക്കുന്ന VFX കാര്യങ്ങളൊക്കെ കൊള്ളാം. പിന്നെ എനിക്ക് തോന്നുന്നു ടിം മില്ലറിന് ഈ ഒരു സീരീസ് ചെയ്യാനായിട്ട് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാതെന്ന് തോന്നുന്നു. ഉണ്ടായിരുന്നുണ്ടെങ്കിൽ പുള്ളി നന്നായിട്ട് ഇപ്പം ഇവിടെ ലവ് ഡെത്ത് പ്ലസ് റോബോട്ട്സ് ചെയ്ത ക്രിയേറ്റർ വന്നിട്ട് ഇങ്ങനെ ഒരു അപരാധം കാണിച്ചു നോക്കേണ്ട ആവശ്യമില്ലല്ലോ. ആമസോൺ പ്രൈമിന് ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിനേക്കാൾ മുകളിൽ നിൽക്കണ്ട എന്നുള്ള ഇതുകൊണ്ടാണോന്നും അറിയില്ല. എന്തായാലും നിങ്ങൾ ഈ ഒരു 4 എപ്പിസോഡ് കണ്ടു നോക്ക്. 4 എപ്പിസോഡുകളാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. 4, 5, 7, 8 അത് കണ്ടു നോക്കുക. അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത എപ്പിസോഡുകളാണ്. പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് വേറെ ഏതെങ്കിലും എപ്പിസോഡ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യും, അതേതാണെന്നുള്ളത് അറിയാലോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലാണ്. ബൈ ഗൈസ്.